അവർ വന്നു, ഇവർ വന്നു, ഞാൻ പോവാ എന്ന് പറഞ്ഞ ഒറ്റ പോക്ക. ഹലോ ഗൈസ്, ഞാൻ വന്നു, നമുക്ക് പോകാം. ഇന്ന് ഒട്ടും നേരം വൈകിയില്ലല്ലേ? ഇല്ല, ഒട്ടും നേരം വൈകിട്ടില്ല എൻ്റെ പൊന്നായിഷ. ഒന്നും നേരത്തെ ഒരുങ്ങിക്കൂടെ? ഇന്നെങ്കിലും ഫസ്റ്റ് ബെല്ലിന് ക്ലാസ് കയറാന്ന് കരുതിയതാ. ആ, അത് ഇജ്ജ് പറഞ്ഞത് ശരിയാ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇതുവരെ കണ്ട ഈ ഒരു അടാറ് സാധനമാണ് നമ്മുടെ കഥാനായിക ആയിഷ, കുന്നുമൽ കബീർ ഖാന്റെ ഏക പെൺതരി. ഇതാണ് കബീർ ഖാൻ. പുള്ളിക്കാരൻ ഒരു പ്രവാസിയാണ് കേട്ടോ. എന്താണ് എന്റെ മനുഷ്യ ഇങ്ങനെ വിളിച്ച് കാറാതെ? ആയിഷ ഇവിടെ സ്കൂളിൽ പോയോ? എന്റെ കുട്ടീനെ എനിക്ക് കാണാൻ കിട്ടാറില്ല. ആ, അവള് പോയി. ഇന്നാ മീന് പിന്നെ പച്ചക്കറി ഉണ്ട്. ഈ പോയൊരു കടുപ്പത്തിൽ ചായ എടുത്താ. ആ, ഇത് ചായ എടുക്കണേ. ഞാൻ പറഞ്ഞ എല്ലാ സാധനവും ഇല്ലേ? എല്ലാം ഉണ്ട് എന്റെ പൊന്നെ. ആ, അല്ലതിപ്പാര് അമ്മായി കാക്കേ? ആ, വരി കേറിയിരിക്കേ. അതിന് എനിക്കിപ്പോ നമ്മളൊന്നും അറിയില്ലല്ലോ. അല്ല, വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ തിരക്കിലായി പോയി, അതാണ് എന്റെ അമ്മായി കാക്ക. പിന്നെ എന്താ വിശേഷം? സുഖല്ലേ? ഡി അമ്മായി കാക്ക ചായ ഇട്ടാ? ആ ഇക്ക, ഞാൻ ഇതിടുന്നു. അൽഹംദുലില്ലാ, നല്ലതാണ്. നിങ്ങൾക്കോ സുഖല്ലേ? അൽഹംദുലില്ലാ, നല്ലതാണ്, സുഖാണ്. ആയിഷ ഇവിടെ? ആയിഷ സ്കൂളിൽ പോയതാ. ആ, ഇതാ ചായ. എങ്ങനെയുണ്ട്? സുഖല്ലപ്പോ? ആ, അൽഹംദുലില്ലാ. എന്നാ നിങ്ങളിരുന്ന് സംസാരിക്കേ. അടുപ്പത്ത് സാധനം ഉണ്ട്, ഞാൻ പോവാ. അല്ല കബീറെ, ആയിഷന് കല്യാണപ്രായമായില്ലേ? കല്യാണം നോക്കുന്നില്ലേ? ആ, ഞാൻ മെയിൻ അതിനാ വന്നത്. ഈ വരവിൽ തന്നെ പറ്റണമെങ്കിൽ കല്യാണം നടത്തണം. അടുത്ത മാസം ഓക്ക് 18 കഴിയും. ഓ, അത് ശരി. എന്നിട്ട് വല്ല കൂട്ടരും വന്നിരുന്നോ? ആ, അടുത്ത ഞായറാഴ്ച ഒരു കൂട്ടര് വരുന്നുണ്ട്. ആ, നല്ല കൂട്ടരാണോ? ചെക്കൻ എന്താ പണി? ആ, ചെക്കൻ ബിസിനസ്മാനാ. ഓൻ ലണ്ടല്ല. ചെക്കന്റെ പേരെന്താ? ഓന്റെ വീട് എവിടെ? ചെക്കന്റെ പേര് ആദില്. ഓന്റെ വീട് മലപ്പുറത്താ. എന്നാ ശരി, ഞാൻ പോവാ. എനിക്കൊരു സ്ഥലം വരെ പോവാണ്ട്. സീനിയോ, എന്നാ ഞാൻ പോവാട്ടോ. നോക്കിന്നു ചോറ് എന്നിട്ട് പോകുന്നു. ചോറൊക്കെ തിന്ന് ഇറങ്ങുമ്പോ നേരം കുറെ വൈകും. എന്നാ ശരി, ഞാൻ പോവാട്ടോ. അസ്സലാമലൈക്കും. ഇല്ല ആയിഷു, വന്നിട്ടില്ല. സൈനുവാ, ഡി സൈനുവാ. ആ, ഇത് വരുന്നേ. ആയിഷു, ഒന്ന് പോയോക്ക്. ഉപ്പച്ചി വന്നേ. അമ്മ, ഞാൻ വരുന്നു. ആ മോളെ, ഇന്ന് ക്ലാസ് ഇല്ലേ? ആ, സാധാരണ ഞാൻ അങ്ങാടി പോയി വരുമ്പോഴത്തേനൊന്നും അന്നെ ഇവിടെ കാണാറില്ല, അതാ ചോദിച്ചേ. ആയിഷ, ഉപ്പക്ക് കറി എടുത്തു കൊടുക്ക്. നോക്കട്ടെ. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. സൈനുവോ, അത് നോക്ക് സങ്കടാവൂലേ? ആയിക്കോട്ടെ. എന്തോ ഇങ്ങോട്ട് പാടി ചോറ് തിന്നാന്. ചോറ് തിന്നാൻ വരാനാണ്. എനിക്ക് ചോറ് ഉപ്പാന്റെ ആയിഷനോട് ഉപ്പാക്ക് ഒരു കാര്യം പറയാനുണ്ട്. നാളെ മോളെ കാണാൻ ഒരു കൂട്ടര് വരുന്നുണ്ട്. പെണ്ണ് കാണാൻ. ഇപ്പത്തന്നുള്ള കല്യാണം എന്റെ +2 കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ തന്നെ 19 കഴിഞ്ഞില്ലേ? 18 നടത്താൻ വിചാരിച്ചതാ. ഇപ്പൊ തന്നെ 19 കഴിഞ്ഞ്. ഇനി എങ്ങോട്ടാ? പെണ്ണുങ്ങള് പണിക്കോണമെന്നൊന്നുമില്ല. സ്വന്തം കെട്ടിയോൻ ചെലവിന് നോക്കുന്നതുകൊണ്ട് കുടുംബം നോക്കി ജീവിച്ചാ മതി. എന്തായാലും നാളെ ഒരു രാവിലെ 10 മണിക്ക് ഇങ്ങോട്ട് വരും. മുഴുവൻ കഴിച്ചിട്ട് പൊക്കോ. എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ പറയണ്ടാന്ന്. എപ്പ പറഞ്ഞാലും ഇതാണ് അവസ്ഥ എന്ന് എനിക്കറിയാം. പിന്നെ ഇപ്പൊ പറഞ്ഞാൽ എന്താ കുഴപ്പം? ഓ, കാക സങ്കടായി തോന്നുന്നു. നിങ്ങളാണ് ഓളെ കൊഞ്ചിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. മോളെ ആയിഷ, ഓരിപ്പ വരും. പോയി ഒരുങ്ങേ. ഇനി മതി TV കണ്ടത്. അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. കേറിയിരിക്കേ. കുറച്ച് നേരം വെക്കില്ലേ? അത് ട്രാഫിക് ആയിരുന്നു അതട്ടോ. അതൊന്നും കുഴപ്പമില്ലെന്നോ. നിന്ന കാലിൽ നിൽക്കാതെ ഔത്തേക്ക് കേറി. ഇനി വെച്ച് താമസിപ്പിക്കണ്ട. മോളെ വിളിക്ക്. സൈനുവാ, ഡി ആയിഷുനെ വിളിക്ക്. ഞാൻ വിളിക്കണേ.
ഡി ആയിഷ, ഓര് വന്നണേ, താഴേക്ക് വാ. ആ അമ്മ, ഇത് വരുന്നേ. ആ എന്നാ ഇത് കൊണ്ടേ കൊടുക്കും. ആ ആ അമ്മ, ഞാൻ കൊണ്ടേ കൊടുക്കാം. ഹായ്. ഇനി മക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവര് സംസാരിച്ചോട്ടെ. ആ ആ അത് ശരിയാ. മോളെ, മോനക്ക് റൂം കാണിച്ചു കൊടുക്ക്. ആ ആ ഉപ്പ, വാ. ഹലോ. ആ ഇത് നിന്റെ റൂമാണോ? ആ ആ ഓ വലിയ കലാകാരിയാണല്ലോ. അങ്ങനൊന്നുമില്ല. ആ പിന്നെ ഞാൻ അതിൽ എല്ലാവരും ആദ്യം നിന്ന് വിളിക്കും. ഞാൻ ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. വീട്ടിൽ ഉമ്മ ഉപ്പ ഒരു ഏട്ടുണ്ട്. ഏട്ടൻ മാരീഡാണ്. ആ ആ ആ എന്ത് ആ മാത്രമേ ഉള്ളൂ? ഇനി പരിചയപ്പെടുത്തുള്ളൂ. ഞാൻ ആയിഷ, എല്ലാവരും ആയിഷ എന്ന് വിളിക്കും. ഞാൻ ഇപ്പൊ +2 പഠിക്കും. ഓ നീ സംസാരിക്കൂലേ? പിന്നെ എനിക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയാം. തനിക്ക് പഠിച്ച് നല്ലൊരു ജോലി കിട്ടിയിട്ട് മതി കല്യാണം നീ പറഞ്ഞും ചെയ്തു. വീട്ടുകാരെ സമ്മതം കാരണമാണ് നീ സമ്മതിച്ചു എന്നും അറിയാം. 18 ഉടനെ കെട്ടിച്ചു വിടണം എന്നുള്ള ഒരു ബാധ്യതയാണ് മാതാപിതാക്കളുടെ എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന ഒരു പഴഞ്ചൻ കുടുംബമാണല്ലേ എൻ്റെത്. ആ അതെല്ലാം അവിടെ നിൽക്കട്ടെ. തനിക്ക് ഇനി ഇഷ്ടായോ? അല്ല ഈ കല്യാണത്തിന് സമ്മതമാണോ? ഉപ്പ പറയും. പെണ്ണുങ്ങളൊക്കെ അത് പഠിച്ചു വെച്ചാൽ തോന്നുന്നു. ഇത് ഇത്ര ആയ സ്ഥിതിക്ക് ഇതാണ്ട് ഉറപ്പിക്കുകയല്ലേ? ആ പിന്നെ നിങ്ങൾ എന്ത് തരും? ഞങ്ങൾക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. നിങ്ങൾ പറ. ആയിഷാനെ മതി, അല്ലാതെ നിങ്ങൾ ശ്രീധരൻ നിങ്ങൾക്ക് വേണ്ട. പിന്നെ ഇതിന് ആയിഷാന്റെ സമ്മതം കൂടി വരണം. എന്നാ മതി കല്യാണം. ആ ഓക്ക് സമ്മതാണ്. അതെ, ഫറിനോടൊന്നും വിചാരിക്കരുത്. ഞാൻ ആയിഷാന്റെ വാപ്പാനെല്ലാം കേട്ടിട്ടുണ്ട്. ആയിഷാനെയാണ്. അതുകൊണ്ട് ഓക്ക് സമ്മതാണോ? എന്നാ മതി കല്യാണം. ഓക്ക് സമ്മതാണ്. അല്ല മോളെ, അയാളെ കല്യാണം എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഞാൻ കാരണം അയാൾ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും. എന്റെ കാര്യങ്ങൾ അറിഞ്ഞ അയാൾ എന്നെ കെട്ടുപോലില്ല. +2 പാസ്സാവുമെന്ന് കൂടി അറിയില്ല. എന്നാ പിന്നെ കെട്ടണ കെട്ടക്കല്ല. ഹലോ സൈനമ്മായി. ആ ഫിദമോളോ? ആ അല്ലമ്മ, ആയിഷോടെ റൂമിൽ പോയതാ. കുറേ സമയമായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഫുഡും കഴിച്ചിട്ടില്ല ഉച്ചക്ക്. അതെന്താ? ആ എന്തായാലും ഞാൻ പോയോക്കട്ടെ. ആയിഷോ, ഡി ആയിഷേ, വാതിൽക്ക്. ആരാണ്? എടി ഞാനടി, വാതിൽക്കടി. എന്താ ആയിഷ, ഈ എന്തിനാ കരയുന്നേ? അത് പിന്നെ ഫിദോ, എനിക്ക് സന്തോഷിക്കടി. പക്ഷേ എനിക്ക് അതിനെക്കാളൊരു സങ്കടാടി. കാരണം ഞാൻ പഠിച്ചതൊക്കെ ഇപ്പൊ വെറുതെ ആയിക്ക് തോന്നാ. പക്ഷെ ഞാൻ ഒരു വലിയ വിഷയം ഇരുന്നാ ഞാൻ രക്ഷപ്പെടുന്നത്. പക്ഷെ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ഞാൻ പഠിച്ച് അബ്രോഡിൽ പോയി അങ്ങനെ രക്ഷപ്പെടാന്നാ ഞാൻ കരുതി. ഇത് വല്ലാത്തൊരു അബ്രോഡായി പോയി. ഈ ആയിഷ, ഈ അമ്മാവന്റെ കാര്യത്തിൽ ഒരു വീട്ടിൽ പറഞ്ഞില്ലേ? വീട്ടിൽ പറഞ്ഞ അയാളെ കൊല്ലാൻ പോയി മടിക്കൂല. എന്നിട്ട് നീ ഈ കാര്യം പെണ്ണാണ് വന്നപ്പോ അവനോട് അറിഞ്ഞോ? പറയും പെട്ടെന്ന് പിടിച്ചോണ്ട് പെണ്ണാണോ കൊണ്ടുവന്നിട്ട് ഇതുകൂടെ ഞാൻ പറയണ്ടേനു. എടി ചെക്കനെങ്ങനെടി കാണാൻ കൊള്ളാവോ? ലുക്കുണ്ട? ഒരു ഫോട്ടോ വല്ലതുണ്ടടി, ഞാനൊന്ന് നോക്കട്ടെ എന്റെ ചെക്കനെ. ഫോട്ടോ കണ്ട് കാണാനും കൊള്ളാം. സ്വഭാവം എങ്ങനെയാണാവോ? ഇതാ ഫോട്ടോ. ആഹാ, ചെക്കൻ കൊള്ളാലോടി. എനിക്ക് നല്ല ചേർച്ച. അല്ല ചെക്കനെന്താ ജോലി? ചെക്കന്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഓൻ ബിസിനസ്മാനാ. ലണ്ടനിലാണ് വർക്ക് ചെയ്യുന്നത്. അവന്റെ വീട്ടില് ഉപ്പ ഉമ്മ ഏട്ടന് ഏട്ടന്റെ ഭാര്യ പിന്നെ ഓനും. അതൊക്കെ അവിടെ കേട്ടെ. അല്ലടി, നമ്മളെ കോളേജിലെ ആനുവൽ ഡേ ആണ് വരുന്നത്. അതിന്റെ വക എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയാണോ? കാരണം എടി നമ്മളല്ലടി സീനിയേഴ്സിന്റെ പരിപാടിയില്ലാതെ എന്ത് ആനുവൽ ഡേ? പ്രത്യേകിച്ച് അന്റൊക്കെ പരിപാടി. ഒരാളെ നെഞ്ഞി വിങ്ങിപ്പൊട്ടി കരയാ. അപ്പോഴാണ് ഓളൊരു ആനുവൽ ഡേ.
ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിലെ ആനുവൽ ഡേ ആണ്. ആനുവൽ ഡേയോടനുബന്ധിച്ച് സ്പീച്ച് തരാനുള്ള എല്ലാവരും സ്പീച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മാനേജറിൻ്റെ ഒരു മകൻ മാത്രമേ എത്തിയിട്ടില്ല, അല്ലാത്തവരൊക്കെ സ്പീച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു പരിപാടി സ്റ്റാർട്ട് ചെയ്യാനും. അപ്പോൾ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം തന്നെ ഒരു സോങ്ങിന് തുടങ്ങാം. അപ്പോൾ ആരെങ്കിലും ഒരാൾ വന്ന് നമ്മൾ സ്റ്റേജിൽ ഫസ്റ്റ് പെർഫോമൻസ് ആയ ഒരു സോങ് അവതരിപ്പിക്കേണ്ടതാണ്. ആയിഷ ഈ പോയി പാടിക്കോ. ഞാൻ പാടിക്കെതിരാണ് ഈ നല്ലൊരു പരിപാടി ആദ്യം തന്നെ കൊളാക്കണത്. അതൊന്നും ഇവിടെ പറഞ്ഞാൽ പറ്റില്ല സാറേ. ആയിഷ പാടും. ഫസ്റ്റ് പെർഫോമൻസ് നമ്മളെ +2 ആയിഷയുടെ ആണ്. അപ്പോൾ വെൽക്കം ടു ഓൺ സ്റ്റേജ് ആയിഷ. മോളൊന്നും ഇങ്ങോട്ട് പറയണ്ട, സാറ് പേര് വിളിച്ചിട്ട് മോള് പൊക്കോ, പാടിച്ചു മതി. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പൊക്കോ പൊക്കോ ആയിഷ പൊക്കോ. എനിക്ക് എല്ലാ സ്റ്റുഡൻസിനോടായിട്ട് പറയാനുള്ളത് എല്ലാവരും ആയിഷന്റെ മാതിരി ആവാനാണ്. ആയിഷ പറഞ്ഞപ്പോൾ ഫസ്റ്റ് പെർഫോമൻസ് ആരെന്ന് പറഞ്ഞപ്പോൾ ആയിഷ ഓടി വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ആയിഷക്ക് ഒരു ക്ലാപ്പ് കൊടുത്താണ്. അപ്പൊ എവരി വൺ, നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്തിരുന്ന നമ്മളെ മാനേജർ മോന് ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടെ ആളൊന്ന് വെൽക്കം ചെയ്യും. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പം ഞാൻ ആദിലാണ്, മാനേജർ ഇളയ മോന്. ഞാൻ പുറത്തായിരുന്നു, ഇപ്പം നാട്ടിൽ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാരും അങ്ങനെ കണ്ടുപരിചയമൊന്നും ഉണ്ടാവില്ല. ഞാൻ നേരത്തെ എത്തേണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു സ്ഥലം വരെ പോയതായിരുന്നു. തിരിച്ചു വരേണ്ട ഒരു ട്രാഫിക് ബ്ലോക്ക് കുടുങ്ങി. അതാ നേരെ ഞാൻ അറിയിച്ചിരുന്നു. പക്ഷേ തുടങ്ങിയതൊരു പരിപാടി അവതരിപ്പിക്കുന്നതിന് മുമ്പ് എത്താൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെ പരിപാടിയും അടിപൊളി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഈ മുഖം ഞാൻ എവിടെ കണ്ടു മറന്ന മാതിരി. നോക്ക് ഫിദ, മാനേജർ ഈ മോനെ കാണാൻ കൊള്ളല്ലേ? ലുക്കുണ്ടല്ലേ? ലുക്കുണ്ട്. എന്താ പേര്? ആദില്. ലണ്ടനിൽ വർക്ക് ചെയ്യുന്നു. നമുക്ക് ആയിഷാന്റെ വക ഒരു വലിയ പണി കാത്തിരിക്കുന്നു ഗൈസ്. അതെന്താടി ഫിദ നീ അങ്ങനെ പറയണേ? അയാള് ലണ്ടനിലെ നമുക്കെന്താ? ഒരു ചെക്കനായിട്ട് ആയിഷാന്റെ എൻഗേജ്മെന്റ് കഴിച്ചിട്ടില്ലേ? ഓനാ നിൽക്കണ്ടേ. ഓനെ കണ്ടിട്ടില്ല എന്നല്ല പറഞ്ഞ് കണ്ണുരുക്കി കണ്ടോ? ആയിഷാന്റെ ഒക്കെ ഒരു ഭാഗ്യല്ലേ. ഉഫ്, ലണ്ടനിൽ വർക്ക് ചെയ്യുന്ന മാനേജറെ മോനെ കെട്ടാനുള്ള ഒരു ഭാഗ്യം. ഉഫ്, വല്ലാത്ത ഭാഗ്യം തന്നെ. ഇതും പറഞ്ഞ് ആയിഷാന്റെ എടുക്കാൻ ചെല്ലാം. നിന്നെ കയ്യും നെട്ടിയോട് സ്വീകരിക്കും. പോയോക്കെ. ആയിഷ, നീ എന്നെ കുറിച്ച് ചെറിയൊരു ഇൻട്രോ എല്ലാവർക്കും കൊടുക്കും. കാരണം ഇവിടെ എല്ലാവർക്കും നിന്നെ അറിയണമെന്നില്ലല്ലോ. എന്നിട്ട് നീ പാടിക്കോട്ടോ. ഹലോ, ഞാൻ ആയിഷ. ഞാൻ ഹ്യൂമാനിറ്റീസ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. പിന്നെ എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല. നിങ്ങൾക്ക് അറിയേണ്ട മാതിരി പാടാം. തെറ്റുള്ളതെന്നൊക്കെ നിങ്ങൾ ക്ഷമിക്കൊന്ന് കരുതണം. എടാ, ഈ ആയിഷാനെ ഞാൻ എവിടോ കണ്ട് പരിചയമുണ്ട്. എടാ കാട്ടുപോയി, നീ എല്ലാവരും കണ്ടു പരിചയം ഉണ്ടാവും. എനിക്ക് ഈ സ്കൂളിലുള്ള ഫുള്ള് കുട്ടികളെ അറിയാലോ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചേട്ടൻ. നിനക്കും നന്നായി അറിയുന്ന ഒരു കൊച്ചാണ് ആ നിൽക്കുന്നത്. ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. എന്താടാ നീ ഒന്നിനെ കെട്ടിയില്ല, പിന്നെ ബാക്കിയുള്ളതിനൊക്കെ ഞാൻ വായി നോക്കണേ. കൊണ്ട് അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് നോക്ക്. ഒന്നാ സ്റ്റേജിക്ക് നോക്ക്, കണ്ണുരുട്ടി നോക്ക്. നിനക്ക് നന്നായി അറിയുന്നൊരു പരിചയമുള്ള മുഖാണ്. നോക്ക്. നോക്കട്ടെ, എനിക്ക് ഇത്ര ഒരു പരിചയമുള്ള മുഖം ഇവളെ. കാത്തിരിപ്പൂവിങ്ങളല്ലേ കാലം
ആയിഷ പാട്ട് കലക്കി. ഉഫ്, ആയിഷയാണ് ആയിഷ. അതിനിതാ ഞങ്ങൾ ഇനി ആവില്ലല്ലോ. നമുക്ക് ഉണ്ടാക്കും സമാധാനമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പൊ ഞങ്ങൾക്കറിയാം ഇതൊക്കെ മാനേജറെ മോനാണ് നിന്നെ കിട്ടാൻ പോകുന്നതൊക്കെ. പഠിച്ചിട്ടോ ഞങ്ങൾക്കൊക്കെ അറിഞ്ഞിട്ട് നിന്നെ കിട്ടാണെന്ന്. ആയിഷ ആ